അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആനിൽ 114 സൂറത്തുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ. മക്കയിൽ അവതരിച്ച, അതുപോലെ തന്നെ 83 ആയത്തുകൾ ഉൾക്കൊള്ളുന്നതായ ഒരു സൂറത്താണ് യാസീൻ. അതിലെ ആശയങ്ങൾ നമുക്കറിയാം. വളരെ ഗംഭീരമായ തൗഹീദുൽ ഉലൂഹിയയെക്കുറിച്ചും തൗഹീദുർ റുബൂബിയയെക്കുറിച്ചും ഈ തൗഹീദിനെ കള്ളമാക്കിയവരുടെ അന്ത്യത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്നതായ ആയത്തുകളാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. ഒപ്പം തന്നെ പുനരുദ്ധാന ദിവസത്തെക്കുറിച്ചും ഉയിർത്തെഴുന്നേൽപ്പ് നാളിനെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ആയത്തുകളും നമുക്ക് യാസീൻ സൂറത്തിൽ കാണാവുന്നതാണ്. പക്ഷേ ഈ യാസീൻ സൂറത്ത് ഏതെങ്കിലും പ്രത്യേക ദിവസങ്ങളിൽ, പ്രത്യേക സമയങ്ങളിൽ പാരായണം ചെയ്യാൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇതിൽ സ്വഹീയായ വല്ല ഹദീസുകളും വന്നിട്ടുണ്ടോ? ഉദാഹരണമായി, വ്യാഴാഴ്ച ദിവസം യാസീൻ സൂറത്തോതാൻ നമുക്കൊരു സ്വഹീയായ ഹദീസ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെയാണ് ബറാഅത്ത് ദിവസം 3 യാസീൻ ഓതുക എന്നുള്ള പതിവ് ആളുകൾക്കിടയിൽ പ്രചാരം നേടിയതാണ്. പക്ഷേ ഇതിനും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീയായ ഹദീസ് നമുക്ക് കാണാൻ സാധ്യമല്ല. ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, യാസീൻ സൂറത്തിനെ കുറിച്ച് ഒരുപാട് കള്ള ഹദീസുകൾ നമുക്ക് കാണാവുന്നതാണ്. ഇന്ന ലികുല്ലി ഷൈഇൻ ഖൽബ വഖൽബുൽ ഖുർആൻ സൂറത്ത് യാസീൻ. നമുക്ക് ഇതൊരു സ്വഹീയായ ഹദീസായി കാണാൻ സാധ്യമല്ല. ഖുർആനിന്റെ ഹൃദയമാണ് സൂറത്ത് യാസീൻ എന്നുള്ളതായ ഹദീസ്. അതുപോലെ മൻ ഖറഅ സൂറത്തൻ യാസീൻ ഫീ ലൈല അസ്ബഹ മഗ്ഫൂറൻ ലഹ്. ആരെങ്കിലും ഒരു രാത്രിയിൽ യാസീൻ സൂറത്ത് ഓതിയാൽ അവൻ പാപം പൊറുക്കപ്പെട്ടവനായി നേരം പുലരുന്നതാണ് എന്നുള്ളതായ ഒരു ഹദീസ്. അതുപോലെ തന്നെയാണ് യാസീൻ ലിമാ ഖുരിഅത് ലഹ്. എന്തിനാണോ യാസീൻ ഓതിയത് അതിനുള്ളതാണ് യാസീൻ എന്നുള്ളതായ മറ്റൊരു ഹദീസ്. മൻ ദഖലൽ മഖാബിറ വഖറഅ സൂറത്ത് യാസീൻ ഖുഫിഫ അൻഹും യൗമഇദിൻ എന്നുള്ളതായ ഒരു ഹദീസ്. ഈ ഹദീസുകളൊന്നും തന്നെ സ്വഹീയായി വന്നതല്ല, മറിച്ച് ദുർബലമായ ഹദീസുകളാണ്. വഖദ് വറദത് ഇദ്ദത്തു അഹാദീസ് ഫീ ഫളാഇലി ഹാദിഹി സൂറ അക്സറുഹാ മക്ദൂബ മൗദൂഅ വബഅദുഹാ ളഈഫുൻ ളഫൻ യസീറ വലം നഖ്ഫ അലാ ഹദീസിൻ സ്വഹീഹിൻ മഖ്സൂസിൻ ഫീ ഫളി സൂറത്ത് യാസീൻ. ഒരുപാട് ഹദീസുകൾ യാസീനിന്റെ മഹത്വം പറയുന്നതായിട്ട് വന്നിട്ടുണ്ടെങ്കിലും അതിലധികവും കെട്ടിച്ചമച്ചതോ അതുപോലെ തന്നെയാണ് കള്ളത്തരമോ ആയിട്ട് നമുക്ക് കാണാം. ചിലതൊക്കെ ദുർബലമായിട്ടും കാണാം. ഒരു സ്വഹീയായ ഹദീസ്, യാസീനിന്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്ന സ്വഹീയായ ഹദീസ് നമുക്ക് കാണാൻ സാധ്യമല്ല. അല്ലാഹു യാഥാർത്ഥ്യം മനസ്സിലാക്കാനും എന്താണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതെന്നനുസരിച്ച് ജീവിക്കാനും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും അതിന്റെ പുണ്യം നേടാനും അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.